ദേശീയ തലത്തിൽ BJPക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. BJPക്കെതിരെ രൂപം കൊണ്ട ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതും കോൺഗ്രസാണ്. എന്നാൽ കോൺഗ്രസും BJPയും തമ്മിൽ നയങ്ങളിൽ വ്യത്യാസമുണ്ടോ? ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് BJPയും അവർ തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നുണ്ട്. രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് പോരാട്ടം നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ നിലപാടിൽ, അടിസ്ഥാന നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രത്യേകിച്ച് മതേതരത്വം എന്ന ആശയം കോൺഗ്രസ് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, BJP എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? രണ്ടും ഒന്നാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ BJP എന്താണോ ചെയ്യുന്നത് അതിനപ്പുറം ഹിന്ദുവർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പലപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കാറുണ്ട്. ആ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അയോധ്യ ക്ഷേത്ര നിർമ്മാണ കാര്യത്തിൽ നാം അത് കണ്ടതാണ്. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നാം അത് കണ്ടതാണ്. RSSനേക്കാളും വലിയ ഹിന്ദുവർഗീയ പാർട്ടിയായി ചില ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് മാറാറുമുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എന്തൊക്കെ സൂചകങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJP ഉപയോഗിക്കുന്നത്, അതേ സൂചകങ്ങൾ അതിനേക്കാളും വലിയ രൂപത്തിൽ ഉപയോഗിക്കുന്ന കോൺഗ്രസിനെയും നാം കണ്ടിട്ടുണ്ട്. അതൊരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ്, തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം മാറി നിൽക്കാമെങ്കിലും നിലപാടെടുക്കുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ അത് എങ്ങനെയാണ് കോൺഗ്രസിനെ സ്വാധീനിക്കുന്നത്? അതാണ് പ്രശ്നം. ഏറ്റവും ഒടുവിൽ ഹിമാചൽ സർക്കാർ എടുത്ത തീരുമാനമുണ്ട്. ഹിമാചൽ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, കോൺഗ്രസിന്റെ സർക്കാരാണ്. കോൺഗ്രസിന്റെ സർക്കാർ ഒരു തീരുമാനമെടുത്തു. നേരത്തെ UPയിൽ വലിയ വിവാദമായ തീരുമാനമായിരുന്നു. കാവടി യാത്രയ്ക്ക് മുമ്പ് എല്ലാ കടകൾക്ക് മുന്നിലും കടയുടമസ്ഥന്റെ പേര് പ്രദർശിപ്പിക്കണം എന്ന് എഴുതി വെച്ചു. അതെന്തിനാണ്? ഏത് മതത്തിൽപ്പെട്ട ആളുടേതാണ് കട എന്ന് തിരിച്ചറിയാൻ. അങ്ങനെ തിരിച്ചറിയുന്നത് എന്തിന് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അത് നിർബന്ധമാക്കിക്കൊണ്ട് UP, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് 3 സംസ്ഥാനങ്ങൾ ഉത്തരവിറക്കി നിർബന്ധമായും കാവടി യാത്ര കടന്നു പോകുന്ന വഴികളിൽ ഉള്ള കടകൾക്ക് മുന്നിൽ കടയുടമയുടെ പേര് എഴുതി വെക്കണം എന്ന്. ആ കട ഏത് സമുദായത്തിൽപ്പെട്ട ആളുടേതാണ്, ഏത് മതത്തിൽപ്പെട്ട ആളുടേതാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അന്ന് വലിയ വിമർശനം ഉയർന്നു വരികയും സുപ്രീം കോടതി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു. സുപ്രീം കോടതി പറഞ്ഞു അത് നിർബന്ധമാക്കരുത്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ എഴുതി വെക്കാം, നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തു. അവർക്ക് ഇഷ്ടപ്രകാരം, സ്വയം ഇഷ്ടപ്രകാരം എഴുതി വെക്കാം, അല്ലാതെ നിർബന്ധിക്കരുത്, ഒരു സർക്കാർ ഉത്തരവിലൂടെ അത് നടപ്പാക്കരുത് എന്ന് ഹൈക്കോടതി 2024 ജൂലൈ മാസത്തിലെ ഉത്തരവിൽ വ്യക്തമായും പറയുകയും ചെയ്തു. അതോടുകൂടി അതൊന്ന് അടങ്ങിയതാണ് എന്ന് കരുതിയതാണ്. പക്ഷേ വീണ്ടും അത് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് സർക്കാരാണ്, കോൺഗ്രസ് സർക്കാരാണ്. ഏതെങ്കിലും ഉത്സവം നടക്കുന്ന സ്ഥലത്തല്ല, സംസ്ഥാനത്ത് മുഴുവൻ കടകൾക്ക് മുന്നിൽ ആ കട ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു ഹിമാചൽ സർക്കാർ, കോൺഗ്രസ് സർക്കാർ. അതിന് പറയുന്ന ന്യായീകരണം കസ്റ്റമറുടെ താല്പര്യം കണക്കിലെടുത്താണ് എന്നാണ്, ഉപഭോക്താവിന്റെ താല്പര്യം കണക്കിലെടുത്താണ് ഈ ഉത്തരവ് എന്നാണ്. അത് നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ് എന്നുകൂടി ഉത്തരവിൽ പറയുന്നു എന്നർത്ഥം. ദ സ്ക്രോൾ ഇൻ എന്ന് പറയുന്ന ദേശീയ മാധ്യമം ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് BJP സർക്കാരിന്റെ തീരുമാനം കോൺഗ്രസ് സർക്കാർ നടപ്പാക്കുന്നത്? എങ്ങനെയാണ് BJP സർക്കാർ ഉത്സവം നടക്കുന്ന പ്രദേശത്ത് മാത്രമാണ് ഇത് ചെയ്തത് എങ്കിൽ കോൺഗ്രസ് സർക്കാർ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു പടി മുന്നിൽ, BJPയെക്കാളും ഒരു പടി മുന്നിൽ വർഗീയതയോടൊപ്പം സഞ്ചരിക്കുകയാണ് കോൺഗ്രസ് എന്നർത്ഥം. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, മെല്ലെ മെല്ലെ ഈ സംഭവങ്ങൾ ദക്ഷിണേന്ത്യയിലേക്കും കടന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഉത്സവങ്ങൾ നടക്കുന്ന, ഘോഷയാത്രകളൊക്കെ കടന്നു പോകുന്ന പാതകൾക്ക് ഇരുവശമുള്ള പള്ളി വലിയ ഷീറ്റ് കൊണ്ട് മറയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് പള്ളിക്കെതിരെ ആക്രമണം നടക്കാതിരിക്കാനാണ് എന്നാണ് പോലീസ് പറയുന്ന ന്യായം. എന്നാൽ ഈ പള്ളികൾ മുഴുവൻ മറച്ചുകൊണ്ടാണ് ഘോഷയാത്രകൾ കടന്നു പോയിരുന്നത്. അതിന് വലിയ വിമർശനം ഉയർന്നു വന്നു. ഒരു സംസ്ഥാനത്ത് മതസ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന നിലപാടാണ് ഇത് എന്ന വിമർശനമാണ് അന്ന് ഉയർന്നു വന്നത്. അത് BJP സർക്കാരാണ് ചെയ്തത്. അപ്പോൾ BJPക്കെതിരായ വിമർശനം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരും ഇതേ നടപടി സ്വീകരിക്കുന്നത്. അവരും പറയുന്ന ന്യായം ഒന്ന് തന്നെയാണ്, ക്രമസമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എന്ന്, പള്ളിക്കെതിരെ അക്രമം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ നാളെ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കടക്കും. സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ പള്ളികൾ മറയ്ക്കുന്ന സ്ഥിതി വരും. അതൊരു ആചാരമായി മാറും എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇന്ത്യ ഏത് രൂപത്തിലാണോ പോകണമെന്ന് BJP ആഗ്രഹിക്കുന്നത് അതേ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസും മുൻകൈയെടുക്കുന്നു എന്നർത്ഥം. ഉത്തരേന്ത്യയിൽ നിന്നാണ് ഈ വാർത്ത നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് തെലങ്കാനയിലേക്കും എത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇപ്പോഴിതാ
BJP സർക്കാരിൻ്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് കോൺഗ്രസ് സർക്കാർ സുപ്രധാനമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ കടകൾക്ക് മുന്നിൽ ഉടമസ്ഥന്റെ പേര് പ്രദർശിപ്പിക്കണം എന്തിന് എന്ന ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യമാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. അതും കോൺഗ്രസ് സർക്കാർ നടപ്പാക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ദേശീയ തലത്തിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്യുകയും സംസ്ഥാനത്ത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണ് എന്ന് പറയുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഉത്തരേന്ത്യയിലെ മുഖമാണ് നാം ഇതിലൂടെ കാണുന്നത്, വികൃതമായ മുഖം.